നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പറയുന്നത് ജാതീയതയെ കുറിച്ചിട്ടാണ്, ജാതി അധിക്ഷേപങ്ങളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം രണ്ട് പ്രമുഖരായിട്ടുള്ള സിനിമാ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജാതി പറഞ്ഞു കഴിഞ്ഞാൽ കാലുവാരി തറയിൽ അടിക്കും എന്നാണ് SFIയുടെ ഒരു നേതാവ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് ജാതി താഴ്ന്നതായതുകൊണ്ട് അമ്പലത്തിൽ വാദ്യമേളങ്ങൾ കൊട്ടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നു. ഈ കേരള സർവകലാശാലയിൽ ജാതിയെക്കുറിച്ച് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു ടീച്ചർ ഒപ്പിടാത്തതാണ് കാരണം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്തിനാണ് ഇതിൽ ഒപ്പിടുന്നത്, നിന്റെ ജാതി പുലയനല്ലേ, അത് തന്നെ ധാരാളമാണ് എന്നാണ്. സംസ്കൃത പാണ്ഡിത്യം അങ്ങനെ പുലയന്മാർ നേടണ്ട എന്നുള്ളൊരു ചിന്തയാണ് ആ ടീച്ചർക്ക് ഉണ്ടായത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പുലയനെന്ന് വിളിച്ചു എന്നാണ് ഈ പറയുന്ന വിദ്യാർത്ഥി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ മലയാളത്തിന്റെ വളരെ പ്രശസ്തനായ ഒരു നടൻ നല്ല രീതിയിൽ കോമഡി പറയുകയും സിനിമയുടെ നായകനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഭാഷാണം ഷാജി എന്ന പേരുള്ള നവോദയ സാജു, അങ്ങനെ തോന്നുന്നു പേര്, അങ്ങനെ എന്തോണം, അതായത് ഭാഷാണം ഷാജി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്റെ ജാതി പുലയനാണ്, എന്നെ ഒരാള് പുലയൻ എന്ന് വിളിച്ചാൽ എനിക്ക് അത്ര വിഷമമൊന്നുമില്ല, ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു എന്നാണ്. അത് വലിയൊരു പാഠമാണ്. ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. എന്റെ നിറം കറുത്തു പോയത് കൊണ്ട് ഇന്നൊരാൾ കറുപ്പ് എന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ എന്റെ ഹൈറ്റ് കുറഞ്ഞത് കൊണ്ട് ഇന്നൊരാൾ ഹൈറ്റ് കുറഞ്ഞവനെ എന്ന് വിളിച്ചാലോ ഒന്നും തന്നെ ഈ ആരാണോ ഈ കറുത്തവൻ, അല്ലെങ്കിൽ ആരാണോ ഹൈറ്റ് കുറഞ്ഞവൻ, അവൻ വിഷമിക്കരുത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളെ ഒരാൾ അങ്ങനെ വിളിച്ചാലോ വിളിച്ചില്ലെങ്കിലോ നമ്മളെ ഹൈറ്റ് കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല, നമ്മുടെ നിറം മാറാനും പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എങ്ങനെയാണോ ജനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ജനിച്ചത്, അതിൽ അഭിമാനം കൊള്ളുകയാണ് ആദ്യം വേണ്ടത്. ബേസിക് ചിന്ത അതാണ്. അത് ആര് പറഞ്ഞാലും, ആര് നമ്മളെ അത് അധിക്ഷേപമായിട്ടല്ല അഭിമാനമായിട്ട് കണ്ടാൽ നമ്മുടെ കുറെ ഈഗോകൾ മാറും. ഇപ്പൊ ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതേ സാംസ്കാരിക തലത്തിൽ പറയുകയാണെങ്കിൽ തന്നെ, ഇപ്പോ അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ദളിതർ കുറച്ച് സിനിമയെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഗംഭീര ബഹളമായി. ദളിതനെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ ദളിതനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സർക്കാർ അവർക്ക് വേണ്ടി മാത്രം ഇത്തരത്തിൽ സിനിമ പിടിക്കാൻ വേണ്ടി 1.5 കോടി രൂപ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആ സംവിധായകൻ, കേരള സർക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് സിനിമ സംവിധാനം ചെയ്ത സംവിധായകന്റെ ഒരു അഭിമുഖം കാണാനിടയായി. അദ്ദേഹം അതിൽ പറഞ്ഞത്, ഞാൻ ഇതിൽ ഉപയോഗിച്ച ക്യാമറ വളരെ ക്വാളിറ്റി കൂടിയതാണ്. അതായത് വളരെ വ്യക്തമായി പറഞ്ഞാൽ, ശ്രീ പൃഥ്വിരാജ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു ക്യാമറ, അത് അദ്ദേഹം ലൂസിഫറിന് വേണ്ടി ഉപയോഗിച്ചു, എമ്പുരാന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോ ആ ക്യാമറയിൽ വേണം എനിക്ക് സിനിമ ചെയ്യാൻ എന്നാണ് ഈ സംവിധായകന്റെ ഒരു വാശി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു ക്യാമറയ്ക്ക് വളരെയധികം റെന്റ് കൂടുതലാണ്. ഒരു ദിവസം വളരെ അധികം പണം കൊടുത്തിട്ട് വേണം ഈ ഒരു ക്യാമറ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാൻ. എന്നാൽ സാധാരണ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറകളുണ്ട്, അതിന് അത്രയും തന്നെ വില റെന്റ് വരുന്നില്ല. ആ ക്യാമറ ഉപയോഗിച്ച് ഈ സിനിമ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇയാൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള പണം ഇതിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. ഇത് ഈ 1.5 കോടിയിൽ നിന്ന് വളരെയധികം പൈസ പോകുന്നത് ഈ ക്യാമറ റെന്റിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി സിനിമ സംവിധാനം ചെയ്യുന്നത് 10-20 വർഷം മലയാള സിനിമയിൽ പണിയെടുത്തിട്ടാണ്, അതിൽ നിന്ന് അറിവ് നേടിയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ക്യാമറ ചൂസ് ചെയ്തത്. അതിന് പോന്ന, അല്ലെങ്കിൽ അതിന് പ്രാപ്തരായ നിർമ്മാതാക്കളും ശ്രീ പൃഥ്വിരാജിന് കൂടെ ഉണ്ട്. ഇവിടെ ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യുന്ന ഒരാൾക്ക് കയ്യിൽ പൈസ ഇല്ല, മറ്റുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആകെ സർക്കാർ കൊടുക്കുന്ന ഈ 1.5 കോടിയാണ്. അപ്പോ ആ ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ, അതിപ്പോ സാധാരണ ക്യാമറയായാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് അയാളുടെ മറ്റെല്ലാ കാര്യങ്ങളും വളരെ സെറ്റായി ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് ആ അഭിമുഖം കണ്ടപ്പോൾ തോന്നിയത്. എന്നാൽ ഇയാൾ ചെയ്തത് ഒറ്റയടിക്ക് ഇത്രയും വലിയ ക്യാമറ വേണമെന്ന് വാശി പിടിക്കുകയും ആ ക്യാമറ കൊണ്ട് സിനിമ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് അതുകൊണ്ട് കുറെ നഷ്ടങ്ങൾ വേറെ വന്നിട്ടുണ്ട് എന്ന്. ഇത് ഒരു എഡ്യൂക്കേഷന്റെ കുറവാണ്, ഇതൊരു വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്, സിനിമ എന്ന മാധ്യമത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. അതെന്തുകൊണ്ട് പറയുന്നു എന്നുകൂടി പറയാം. മലയാള സിനിമയിൽ ഇന്ന് പ്രശസ്തരായി നിൽക്കുന്ന
അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ മലയാള സിനിമയിൽ വളരെ സ്വാധീനമുള്ള ഫാസിലിന്റെ മകൻ ഫഹദ് ഫാസിൽ, ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസൻ, ഇവരൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ടായിരുന്നു. ചാപ്പാകുരിശ് എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ അവരുപയോഗിച്ചിരിക്കുന്ന ക്യാമറ, സമീർ താഹിറാണ് അതിന്റെ ഡയറക്ടർ, അതിന്റെ ക്യാമറാമാൻ ജോമോനാണ്. അപ്പൊ ഇവരൊക്കെ അന്ന് അവരുടെ തുടക്കകാലങ്ങളിൽ ആ സിനിമ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ക്യാമറ എന്ന് പറയുന്നത് അതുവരെ സിനിമയിൽ ഉപയോഗിക്കാത്ത ക്യാമറയാണ്. എന്ന് വെച്ചാൽ ലോ ലെവലുള്ള ക്യാമറയാണ്. ഈ ക്യാമറ കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ആളുകൾ ചിന്തിച്ചിരുന്ന സമയത്താണ് ഈ പറയുന്ന സമീർ താഹിർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു സിനിമ എടുക്കുന്നത്. അപ്പൊ അവരവിടെ സാമ്പത്തികമായിട്ടുള്ള ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇത്രയും വലിയ പ്രശസ്തരായവരുടെ മക്കൾ അഭിനയിക്കുന്ന സിനിമയിൽ പോലും അവർ ആദ്യം ചെയ്തത് വളരെ വില കുറഞ്ഞ, വളരെ റെന്റ് കുറഞ്ഞ ക്യാമറ കൊണ്ടാണ് സിനിമ ചെയ്ത് അവരുടെ കഴിവ് തെളിയിച്ച് അവർ എക്സ്പീരിയൻസ് വരുത്തി പയ്യെ പയ്യെ കയറി വന്നവരാണ്. ഇതാണ് സിനിമയിൽ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നാണ് അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഉദ്ദേശിച്ചത്. അപ്പോ ഈ വ്യക്തിക്ക് കുറെ കാര്യങ്ങൾ, അതായത് അതില് മാർക്കറ്റിങ്ങിന് അദ്ദേഹത്തിന് പൈസ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പൈസ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൈസ തികയാതെ വരുന്നു. അപ്പോ അതൊക്കെ ശ്രദ്ധിച്ച് സിനിമ ചെയ്തിരുന്നെങ്കിൽ അരിക് എന്ന് പറയുന്ന സിനിമ കുറെ ആളുകൾക്ക് എത്തിയിരുന്നു, കുറെ ആളുകൾ കാണുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോ അത് സംഭവിക്കാത്തത് പൃഥ്വിരാജ് ഏതെങ്കിലും അഭിമുഖത്തിൽ വന്നിട്ട് പറയുന്നു, ഞാൻ ഇത്രയും വലിയൊരു ക്യാമറ, ആരി പോലത്തെ ക്യാമറയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അത് വെച്ച് സിനിമ ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ള ചിന്തയും ചില ആളുകൾക്ക് വരാം. അതായത് നമ്മൾ എത്ര വലിയ ക്യാമറ കൊടുത്ത് ചിത്രീകരിച്ചാലും നമ്മൾ പറയുന്ന കഥ ജനങ്ങളിലേക്ക് എത്തണം, അതിന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിന് ഷോർട്ടുകൾ പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ സിനിമ ചെയ്യാൻ കഴിയൂ. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. അതിന് നിങ്ങൾ അറിവ് നേടണം എന്നുള്ളത് വളരെ വ്യക്തമായി ആണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും അതൊരു ജാതീയമായ വിവേചനമായി മാറ്റി, ജാതീയമായി അധിക്ഷേപമായി മാറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സംഭവത്തിന് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സായി കാണാൻ വേണ്ടിയോ ഇലക്ഷൻ മുൻനിർത്തിയിട്ടോ ഒക്കെ ആവാം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. കാരണം ഇദ്ദേഹം ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണോ എന്നുള്ളത് പഠിച്ചവർ ചെക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ക്വാളിഫിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു പ്രാപ്തിയില്ല, സംസ്കൃതത്തിൽ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അവരുടെ വാദം. അത് എന്തുമാവട്ടെ, അത് തെളിയേണ്ടതുണ്ട്. എന്തായാലും ഇത്തരമുള്ള കാര്യങ്ങളെ പുറം ലോകത്തോട് പറയുന്നത് വളരെയധികം ദയനീയമാണ്. വളരെയധികം ആളുകളിൽ ജാതീയ ചിന്ത വളർത്തിയെടുക്കുന്ന തരത്തിൽ വരുന്ന രീതിയാണ് ഈ ഒരു കാര്യം കൊണ്ട് സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉയർന്ന ചിന്താഗതിയോ അല്ലെങ്കിൽ വ്യക്തിപരമായി ഒരു വ്യക്തിക്ക് ഉയരാനോ ഒന്നും തന്നെ സാധിക്കാത്ത വിധത്തിൽ ഒരു ജാതീയമായ സർക്കിളില് മറ്റുള്ളവരെ ഒതുക്കി നിർത്താൻ വേണ്ടി ഈ സമുദായത്തിൽപ്പെട്ടവർ തന്നെ, ഈ ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ശ്രമിക്കുന്നു എന്നുള്ള ഒരു രീതിയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് റീച്ച് കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ജാതി വിളിച്ചു പറയണം, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും തഴഞ്ഞാൽ അതിൻ്റെ മെറിറ്റിന്റെ കുഴപ്പം കൊണ്ടാണ്, ഞാൻ ഇനി ഇംപ്രൂവ് ചെയ്യണം എന്ന ചിന്ത വരാതെ നേരെ ചെന്ന് ഇതുപോലെയുള്ള ജാതീയമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നത് വളരെ വളരെ അധികം ദുഃഖകരമാണ്. മാത്രമല്ല അതൊരു മറ്റുള്ളവരിലേക്കൊക്കെ വിഷം ഇറക്കി ചെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ആദ്യം ഈ പാർട്ടിക്കകത്ത് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വരുന്ന ഇലക്ഷനൊക്കെ വളരെ വളരെ പ്രഗത്ഭനായ ഒരു നേതാവാണ് CPM-ന്റെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ MP. മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആർജവം ഈ പാർട്ടി കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട് അതിജീവിച്ചു വന്ന പാർട്ടിയാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടൊരു ദളിത് മുഖ്യമന്ത്രിയെ ഇവർക്ക് കേരളത്തിന് സമ്മാനിച്ചുകൂടാ? അത്രയും പ്രാപ്തനായ, അത്രയും ശക്തനായ, ഇന്ന് ജീവിച്ചിരിക്കുന്ന CPM നേതാക്കളിൽ അതിശക്തനായ ഒരു നേതാവാണ് രാധാകൃഷ്ണൻ സാർ.
അദ്ദേഹം മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ എന്തുകൊണ്ട് യോഗ്യനുമാണ്. അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹത്തിനെയൊക്കെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി പാർട്ടി പണിയെടുക്കണം എന്നുള്ളതൊക്കെയാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.